പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് വായനയ്ക്കായി നിർദ്ദേശിച്ചിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ അവസാനത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്, അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരു ഇടയനുമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ആരാധന വർഷത്തിൻ്റെ അവസാനത്തേക്ക് നമ്മൾ നീങ്ങുകയാണ്. പള്ളിക്കുദാശക്കാലം എന്ന് പറയും സഭയെ പിതാവിന് സമർപ്പിക്കുന്ന കാലഘട്ടമാണ്. എല്ലാറ്റിൻ്റെയും സമാപനമാണ്. എല്ലാറ്റിൻ്റെയും ലക്ഷ്യം ദൈവത്തോട് നിശ്ചിത ജീവിതമാണ്. അവിടെ യേശു കുറിച്ച് പറയുന്നൊരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരു ഇടയനും ഒരു ആട്ടിൻ പറ്റവുമായിരിക്കും. ഒരു തൊഴുത്ത് എന്നല്ല പറയുക. ഈ തൊഴുത്തിൽ പെടാത്ത ആളുകളും എനിക്കുണ്ട് യേശു പറയുന്നുണ്ട്. യേശു ഇടയനാണ്, ജനമെല്ലാം ആടുകളാണ്. നഷ്ടപ്പെട്ട ആടുകളുണ്ട്, വഴിതെറ്റിപ്പോയ ആടുകളുണ്ട്, തൊഴുത്ത് നിൽക്കുന്ന ആടുകളുണ്ട്. ഈ തൊഴുത്ത് ഇവിടെ കത്തോലിക്ക സഭയെ ഉദ്ദേശിച്ചായിരിക്കും പറയുക. പക്ഷേ ഈ സഭയുടെ അംഗമല്ലാത്തവരും യേശുവിൻ്റെ ആട്ടിൻപറ്റത്തിൽപ്പെട്ടതാണ്. ഒരു തൊഴുത്താകുമെന്നില്ല, ഒരു ആട്ടിൻപറ്റമാകുമെന്നാണ് പറയുക. നമ്മുടെ എക്യുമെനിസത്തെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ യുഗാന്തത്തോട് സംഭവിക്കുന്നത് എല്ലാവരും യേശുവിനെ അറിയും, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കും. പക്ഷേ എല്ലാവരും കത്തോലിക്ക സഭയുടെ അംഗങ്ങളായിരിക്കണം എന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. അതല്ല സംഭവിക്കുക. യേശുവിനെ സ്വീകരിക്കുക, യേശുവിൽ വിശ്വസിക്കുക, അവൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക, ദൈവത്തെ പിതാവായി എല്ലാവരെയും സഹോദരങ്ങളായി യേശുവിനെ രക്ഷകനാഥനുമായി സ്വീകരിക്കുക. അങ്ങനെ ഒരു ഇടയനും ഒരു ആട്ടിൻ പറ്റവുമാകും. ഒരു തൊഴുത്തിലാക്കേണ്ട കാര്യമില്ല. വാശി പിടിക്കേണ്ടവരെല്ലാവരും ഈ എൻ്റെ ചട്ടക്കൂട്ട് ഒതുക്കണം എന്ന നിർബന്ധം വിട്ടിട്ട് സ്വാതന്ത്ര്യം അനുവദിക്കുക. ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ ജനമാണ് എല്ലാവരും. അതുകൊണ്ട് ഞാൻ ഈ തൊഴുത്തിലുള്ളവർ മാത്രമേ രക്ഷപ്പെടൂ എന്ന് വിചാരിക്കാതെ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നും എല്ലാവരും ദൈവത്തിൻ്റെ സ്വരം അറിയണമെന്നും എല്ലാവരും കൂടി ഒരു അജഗണമാകണമെന്നുമുള്ള യേശുവിൻ്റെ പ്രാർത്ഥന അത് നമ്മളും മനസ്സിലാക്കണം, സ്വീകരിക്കണം. അതുകൊണ്ട് ഞാൻ ഈ കാണപ്പെടുന്ന സഭയുടെ അംഗമായതുകൊണ്ട് അഹങ്കാരം കൈവിടുന്നിട്ട് എല്ലാവർക്കും മുമ്പിൽ യേശുവിന് സാക്ഷ്യം വഹിക്കുക. ഒരു ആട്ടിൻപറ്റമാകട്ടെ എല്ലാ ജനങ്ങളും. അപ്പോൾ എക്യുമെനിസത്തിന് പ്രത്യേക പ്രാധാന്യം ഇതാണ്. എല്ലാ മതത്തിൽപ്പെട്ടവരും എല്ലാ സഭാവിഭാഗത്തിൽപ്പെട്ടവരും ദൈവത്തിൻ്റെ മക്കളാണെന്നും അവരെല്ലാവരും ദൈവഹിതമായി ജീവിക്കാൻ കടപ്പെട്ടവരാണെന്ന് ഓർക്കുക. അതുകൊണ്ട് എല്ലാവരെയും അയൽക്കാരായി, സഹോദരങ്ങളായി, ദൈവമക്കളായി കാണുക. ഒരു ആട്ടിൻപറ്റവും ഇടയനുമാകുന്ന ആ ഭാവിക്ക് വേണ്ടി നിൻ വഴിയേ